അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മുടെ തജ്വീദിൻ്റെ ക്ലാസ് പുനരാരംഭിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച അക്ഷരങ്ങൾ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിർത്തിവച്ചിരുന്നത്. ആ സമയം എല്ലാവരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ അവസാനത്തെ ക്ലാസ്സിൽ നാം എടുത്തത് യാ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജിനെ കുറിച്ചാണ്. നാവിൻ്റെ മധ്യത്തിൽ നിന്ന് വരുന്ന അക്ഷരമാണ് യാ. അവിടെ നിന്ന് മറ്റ് രണ്ട് അക്ഷരങ്ങൾ വരുന്നുണ്ട്, ജീം, ഷീൻ എന്ന അക്ഷരങ്ങൾ. അതിൻ്റെ മുകളിലായി ഖാഫ്, കാഫ് എന്ന അക്ഷരങ്ങൾ. തൊണ്ടയുടെ ഭാഗത്ത് നിന്ന് ഹുറൂഫുൽ ഹൽഖിൻ്റെ ഹംസ്, ഹ, ഐന്, ഹ, ഗൈന്, ഖ എന്നീ അക്ഷരങ്ങൾ. ഇത്രയും അക്ഷരങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചിട്ടുള്ളത്. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ ഹൽഖ് എന്ന് പറയും. അതിൻ്റെ മുകളിൽ ഖാഫ്, കാഫ് എന്നീ അക്ഷരങ്ങൾ, അതിനെ ഹുറൂഫുൽ ലുഹാത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഹുറൂഫുൽ ലഹവിയ എന്ന് പറയും. ഷീൻ, ജീം, യ എന്നീ അക്ഷരങ്ങൾ ഹുറൂഫു ഷജരിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരം ബാദ് എന്ന അക്ഷരമാണ്. ബാദ് എന്ന അക്ഷരം നാവിൽ നിന്ന് വരുന്ന 18 അക്ഷരങ്ങളിൽ ഒന്നാണ്. അത് പുറപ്പെടുന്നത് ഇഹ്ദാ ഹാഫത്തൈൽ ലിസാൻ, നാവിൻ്റെ ഒരു വശത്ത് നിന്നാണ്. നാവിൻ്റെ അറ്റത്ത് നിന്നല്ല, നാവിൻ്റെ സൈഡിൽ നിന്ന്, ഒരു വശത്ത് നിന്ന്. മിമ്മ യലി അൽ അദ്റാസിൽ ഉൽയ, അണപ്പല്ലോട് ചേർന്ന്, മുകളിലെ അണപ്പല്ല്, മേലെ അണപ്പല്ലോട് ചേർന്നാണ് ഈ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. നാവും അണപ്പല്ലും കൂടി കൂട്ടി യോജിക്കുമ്പോഴുണ്ടാകുന്ന അക്ഷരമാണ്. അത് ഒന്നുകിൽ ഇടത്ത് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വലത്ത് ഭാഗത്തു നിന്നോ ഉച്ചരിക്കാവുന്നതാണ്. ഒന്നുകിൽ ഇടത്ത് ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വലത്ത് ഭാഗത്തു നിന്നോ ഉച്ചരിക്കാവുന്നതാണ്. ഇവിടുന്ന് വരുന്ന ഹർഫാണ് ദാദ് എന്ന ഹർഫ്. കുറേയേറെ ആളുകൾക്ക് പ്രയാസമുള്ള ഒരു അക്ഷരമാണ് ദാദ് എന്നുള്ളത്. അറബികളല്ലാത്ത അനറബികളായ ആളുകൾക്ക് പ്രയാസമുള്ള ഒരക്ഷരവും കൂടിയാണ്. മറ്റ് ഭാഷകളിൽ ഇല്ലാത്ത ഒരു ഹർഫാണ് ദാദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയെ ലുഗത്തുദ് ദാദ് എന്ന് സാധാരണ വിളിക്കപ്പെടാറുണ്ട്. ദാദിൻ്റെ ഭാഷ എന്നത് മറ്റ് ഭാഷകളിലൊന്നുമില്ലാത്ത ഒരക്ഷരമായതിനാൽ. അതുകൊണ്ട് തന്നെ അറബികളല്ലാത്ത ആളുകൾക്ക് അല്പം പ്രയാസമുണ്ടാകുന്ന ഒരക്ഷരമാണത്. പരിശ്രമത്തിലൂടെ, പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്രയാസമില്ലാത്ത ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ്. ഉദാഹരണത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്തിൽ നമുക്ക് കാണാം വലദ്ദാല്ലീൻ, വലദ്ദാല്ലീൻ. അതുപോലെ ഖുർആനിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ളൊരു വേർഡാണ് അൽ അർദ് എന്നുള്ളത്. അലം നജ്അലിൽ അർദ മിഹാദ, അലം നജ്അലിൽ അർദ, അർദ. അവിടെ നാം വാദ് പ്രത്യേകം ശ്രദ്ധിക്കണം. തദ്ലീൽ, അല്ലദീ അൻഖദ ദഹ്റക്, അല്ലദീ അൻഖദ, അൻഖദ, അൻഖദ ദഹ്റക്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ദ്വാദ് വന്നിട്ടുള്ള ഭാഗങ്ങൾ നാം ഒന്ന് ഓതി അതിൻ്റെ ഉച്ചാരണം ഒന്ന് ശരിപ്പെടുത്താൻ ശ്രമിക്കണം.
ദ്വാദ് ഉച്ചരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ദ്വാദ് എന്നുള്ള അക്ഷരം വ ആയിട്ട് ഉച്ചരിക്കാൻ പാടില്ല. വ എന്ന വ എന്ന അക്ഷരത്തിൻ്റെ ആ വ ആയിട്ട് ദ്വാദിനെ ഉച്ചരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ദാലായിട്ടും ഉച്ചരിക്കാൻ പാടില്ല, ത്വ ആയിട്ടും ഉച്ചരിക്കാൻ പാടില്ല. ഈ 3 അക്ഷരങ്ങൾ ദ്വാദ് ഉച്ചരിക്കുമ്പോൾ കടന്നു വരാൻ സാധ്യതയുള്ള അക്ഷരങ്ങളാണ്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. വ എന്നുള്ള അക്ഷരത്തിൻ്റെയും ദ്വാദ് എന്ന അക്ഷരത്തിൻ്റെയും ഹർഫുകൾ മഖ്റജുകൾ 2 ഭാഗങ്ങളാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ദ്വാദ് എന്നത് നാവിൻ്റെ സൈഡിൽ നിന്ന്, വശത്തിൽ നിന്ന്, അത് അണപ്പല്ലുമായി ചേർന്ന് വരുന്ന അക്ഷരമാണ്. വ എന്നത് നാവിൻ്റെ അറ്റത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മലയാളത്തിലുള്ള ല എന്ന ഉച്ചാരണവും ഇതിന് വരുന്നില്ല. ല എന്ന ഉച്ചാരണത്തിലല്ല ഇത് വരുന്നത്. അതും നാവിൻ്റെ അറ്റത്ത് നിന്ന് വരുന്ന രൂപത്തിലാണ് മലയാളത്തിൽ നാം ഉച്ചരിക്കാറുള്ളത്. അതുമല്ല, മറിച്ച് നാവിൻ്റെ സൈഡിൽ നിന്നാണ് ഈ അക്ഷരം വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തരുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിൻ്റെ 2 സൈഡും മേലെ അണപ്പല്ലുകളോട് ചേർത്ത് വെച്ചിട്ടാണ് ഈ അക്ഷരം ഉച്ചരിച്ചിരുന്നത് എന്നാണ്. അത് വളരെ പ്രയാസകരമായ, എന്നാൽ അതാണ് പൂർണ്ണമായിട്ടുള്ള ഉച്ചാരണം. അതിൻ്റെ 2 സൈഡും, നാവിൻ്റെ 2 സൈഡും മേലെ അണപ്പല്ലുകളോട് ചേർത്ത് വെച്ച് ഉച്ചരിക്കുക. അതിലും കുറച്ചുകൂടി എളുപ്പമായ രൂപമാണ് നാവിൻ്റെ വലത് സൈഡ് കൊണ്ട് മുകളിലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് ഉച്ചരിക്കുക എന്നുള്ളത്. അതിലും കുറച്ചുകൂടി എളുപ്പമാണ്. ഈ 3 രൂപത്തിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഭാഗമാണ് നാവിൻ്റെ ഇടത്തെ സൈഡ് കൊണ്ട് ഉച്ചരിക്കുക എന്നത്. നാവിൻ്റെ ഇടത്തെ സൈഡ് മുകളിലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ച് ഉച്ചരിക്കുക. അങ്ങനെയാകുമ്പോൾ കുറേയൊക്കെ നമുക്ക് ആ ഉച്ചാരണം ശരിയാക്കിയെടുക്കുവാൻ സാധിക്കും. പരിശ്രമത്തിലൂടെ ശ്രമിച്ചു നോക്കുക. അദ് അദ് വലദ്ദ വലദ്ദ വലദ്ദാലീൻ. ദാലാകരുത്, വലദ്ദാലീൻ ആകരുത്, വലദ്ദാലീൻ ആകരുത്, വലദ്ദാലീനും ആകരുത്, വലദ്ദാലീൻ എന്ന രൂപത്തിൽ നാം അതിനെ ഉച്ചരിച്ചെടുക്കുക. ഈ കഴിഞ്ഞ ഹർഫുകളുടെ എല്ലാത്തിൻ്റെയും ഉച്ചാരണങ്ങൾ ശരിയാക്കുന്നതിനു വേണ്ടി നാം ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള സൂറത്ത് നാസിആത്താണ്. എല്ലാവരും ആ സൂറത്തൊന്ന് ഓതി നോക്കുകയും കഴിഞ്ഞുപോയ അക്ഷരങ്ങളൊക്കെ തന്നെ അതിൽ ശരിപ്പെടുത്തിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇന്ന് സൂറത്തു ദുഹായാണ് ഞാൻ ഓതുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث.